അതെ, ഇന്ന് നമുക്ക് ബേക്കറികളിലെ മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ, നല്ല അടിപൊളിയായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 സ്പൂൺ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ച് അതൊരു ബൗളിലേക്ക് ഇട്ട് അതിനകത്തേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനകത്തേക്ക് ഒരു അര സ്പൂൺ വാനില എസൻസും 1/4 സ്പൂണ് നമ്മുടെ പൈനാപ്പിൾ എസൻസും ഒഴിച്ച് ഒരു 3 സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഒരു 5 സ്പൂണ് നമ്മുടെ സാദാ മൈദ ചേർത്ത് അതിനകത്തേക്ക് ഒരു അര സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ നല്ല കേക്കിൻ്റെ ബാറ്റർ ഇളക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു പിഞ്ച് മഞ്ഞൾ പൊടി അല്ലെങ്കിൽ മഞ്ഞ കളറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ. അതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഇച്ചിരി ലൂസാണെങ്കിൽ ഒരു തുള്ളി പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട്, ഞാൻ ഇച്ചിരി മഞ്ഞ കളറാണ് ചേർത്തിരിക്കുന്നത്, മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ ഒരു ദോശക്കല്ല് അടുപ്പേ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാനിനകത്തേക്ക് കോരി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കുക. അതിനകത്ത് ഒഴിക്കുന്നതിലും എളുപ്പം നമുക്കൊരു ഗ്ലാസ്സിനകത്തേക്ക് നമുക്കൊരു പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ ഇതുപോലൊരു പാലിൻ്റെ കവറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇട്ടെടുക്കാം. ഒരു ദോശക്കല്ല് അടി വെച്ചിട്ട് അതിന് മുകളിലേക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞ് ബിസ്ക്കറ്റ്, മുട്ട ബിസ്ക്കറ്റ് പോലെ എടുത്ത് പരത്തി കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അടിപൊളിയാണ്. ഓവനും ബീറ്ററും ഒന്നും വേണ്ട. അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള മുട്ട ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ, അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.